Sir, good morning and welcome to the show. Morning Vishnu, morning viewers. സാർ നമുക്ക് ആദ്യം US മാർക്കറ്റിലോട്ട് തന്നെ പോകാം. അതായത് US മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്നലെ ഒരു മികച്ച ഒരു ട്രേഡിംഗ് ഡേ എന്ന് തന്നെ പറയാൻ സാധിക്കും. ഡൗ ജോൺസിൽ 1.78% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തി. മാത്രമല്ല S&P 500, നാസ്ഡാക്ക് തുടങ്ങിയ സൂചികയിലൊക്കെ ഒരു മികച്ച മുന്നേറ്റം 2% മുകളിലേക്ക് ഏകദേശം 2.5% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. US മാർക്കറ്റിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? വിഷ്ണു, കഴിഞ്ഞ ഒത്തിരി ആഴ്ചകളായിട്ട് എൻ്റെ വ്യൂ ഓൺ അമേരിക്കൻ മാർക്കറ്റ്സ് ഹാസ് ബീൻ ബുള്ളിഷ്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന റെസിസ്റ്റൻസ് 42,400 മുതൽ 42,800 പോയിന്റ് വരെ. ആൻഡ് ഇന്നലത്തെ ക്ലോസിംഗ് നോക്കുമ്പോഴേക്കും നമുക്ക് വീണ്ടും ആ ഒരു റെസിസ്റ്റൻസ് സോൺ ടെസ്റ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നത്. നമ്മൾ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട സിറ്റി ബാങ്ക്, ഗോൾഡ്മാൻ സാക്സ്, JP മോർഗൻ മുതലായ സ്റ്റോക്സ് ഒക്കെ സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തിലും നല്ല ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ താമസിക്കാതെ തന്നെ മിക്കവാറും ഇന്നല്ലെങ്കിൽ നാളെ തന്നെ ഈ ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നാസ്ഡാക്ക് ഇൻഡെക്സിൽ അതിനേക്കാൾ ശക്തമായിട്ടൊരു ക്ലോസ് ആയിരുന്നു നമുക്ക് ഇന്നലെ കിട്ടിയത്. സോ ടെസ്ല, NVIDIA, മെറ്റ, ഗൂഗിൾ, ആമസോൺ മുതലായ സ്റ്റോക്സിലൊക്കെ നല്ല ബുള്ളിഷ് സെറ്റപ്പും നല്ല ബൈയിങ് ഇൻട്രസ്റ്റും വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഇന്നലെ നാസ്ഡാക്ക് ഇൻഡെക്സ് 21,200 പോയിന്റ് റെസിസ്റ്റൻസിന് മുകളിലായിരുന്നു ക്ലോസ് ചെയ്തത്. ടെക് ഭീമമാരിൽ നമ്മൾ നോക്കുമ്പോഴേക്കും ഒരേ ഒരു സ്റ്റോക്കിൽ അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുള്ളൂ. ദാറ്റ് ഇസ് ഇൻ ദ കേസ് ഓഫ് ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ്. സോ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമേരിക്കൻ വിപണിയിൽ ഷോർട്ട് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. നമുക്ക് ഒത്തിരി വളരെ ചുരുങ്ങിയ റിസ്കിൽ ലോങ് പൊസിഷൻസ് എടുക്കാൻ ഒത്തിരി അവസരങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് പോകാം. കമ്മോഡിറ്റി മാർക്കറ്റ് നോക്കുമ്പോൾ ഇന്ന് ബ്രെൻഡും WT ക്രൂഡൊക്കെ ഇപ്പോൾ 0.5% മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ട്രേഡിംഗ് ആണ് നിലവിൽ കാഴ്ചവെച്ചിട്ടുകൊണ്ടിരിക്കുന്നത്. ക്രൂഡിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നമ്മൾ ബ്രെൻഡ് ക്രൂഡിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ബ്രെൻഡ് ക്രൂഡിന്റെ കേസിൽ ഇന്നത്തെ വ്യാപാരത്തിൽ വീണ്ടും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് $66. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാലേ നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ബൈയിങ് അവസരം ലഭിക്കത്തുള്ളൂ. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കൈവശം ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $62 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. സോ നമുക്ക് ഗോൾഡിന്റെ കേസിലോട്ട് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നൊരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലാണ് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3,302 എന്നൊരു ലെവലിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വീക്കിൽ ഏകദേശം 4.8% നേട്ടം രേഖപ്പെടുത്തിയ ഗോൾഡ് ഈ ഒരു വീക്കിലെ ട്രേഡിംഗ് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു 1.6% ഇടിവ് രേഖപ്പെടുത്തിയാണ് ഈ ഒരു വീക്കിലി ട്രേഡിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗോൾഡിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസിലായിട്ട് കാണുന്നത്. സോ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ വീണ്ടും സ്വർണത്തിന്റെ കേസിൽ ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. സ്വർണത്തിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് $3,410. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ വീണ്ടും നമുക്ക് ഒരു $35 നേട്ടം പ്രതീക്ഷിക്കാം. ബട്ട് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 3,295 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇനി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ നോക്കുമ്പോൾ ഒരു 0.7% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് കാഴ്ചവെച്ചത്. 24,826 എന്നൊരു നിലയിലായിരുന്നു ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നലത്തെ ഒരു ഇൻട്രാഡേ ഹൈ നോക്കുമ്പോൾ 25,062 എന്നൊരു നില വരെ മാർക്കറ്റ് രേഖപ്പെടുത്തിയിരുന്നു. ലോവർ ലെവലിൽ 24,704 എന്നൊരു ലെവലിലാണ് ഇന്നലെ ഒരു ട്രേഡിംഗ് നടന്നത്. ഇപ്പോൾ നടക്കുന്നത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ? താങ്കളുടെ ഒരു ഭാവിയിലോട്ടുള്ള ഒരു നിഫ്റ്റി 50യുടെ എക്സ്പെക്ടേഷൻ എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ബട്ട് മെയ് 15 ശേഷം നമുക്ക് ഒരു കൺസോളിഡേഷൻ നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ വെരി വെരി ഷോർട്ട് ടേം നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ലിറ്റിൽ ബിറ്റ് സൈഡ് വേസ് ബട്ട് വിത്ത് ബുള്ളിഷ് അണ്ടർടോൺ. ഷോർട്ട് പൊസിഷൻസ് എടുക്കാൻ നിഫ്റ്റി 50യിൽ ഒരു അവസരം കാണുന്നില്ല. നമ്മൾ ഇന്നും നാളെയൊക്കെ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 25,000 പോയിന്റ് ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും നിഫ്റ്റി 50യിൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 55,352 എന്നൊരു നിലയിലാണ് ഇന്നലത്തെ ഒരു ക്ലോസിംഗ് ഉണ്ടായത്. അതായത് 0.39% ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത്. ബാങ്ക് നിഫ്റ്റിയിലെ ഇന്നലത്തെ പ്രധാനപ്പെട്ട ലെവൽസുകൾ നോക്കുമ്പോൾ 55,831 ഇന്നലത്തെ ഒരു ഇൻട്രാഡേ ഹൈ രേഖപ്പെടുത്തിയത്. 55,037 ഒരു ലോവർ ലെവലും രേഖപ്പെടുത്തിയുണ്ടായി. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയി തുടരുന്നു. ബട്ട്
കഴിഞ്ഞ ഒരു 3 ആഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് കൺസോൾട്ടേഷനെ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണണമെങ്കിൽ നമുക്ക് നിലവിലുള്ള ഓൾ ടൈം ഹൈ വിച്ച് ഇസ് 56,098 ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടണം. സോ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. ഇന്നലത്തെ ട്രേഡിംഗിൽ കാണാൻ സാധിക്കുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി 50യുടെ ഹെവി വെയിറ്റ്സ് ആയിട്ടുള്ള HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, SBI ഇതിൽ ഒന്നിലും കാര്യമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. എങ്കിലും നമ്മൾ പബ്ലിക് സെക്ടർ എസ്പെഷ്യലി ലാർജ് PSU ബാങ്ക്സ് നോക്കുമ്പോഴേക്ക് ഇതിൽ എടുത്തു പറയാനുള്ള കാനറ ബാങ്ക്, അതുപോലെ തന്നെ യൂണിയൻ ബാങ്ക് ആൻഡ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇതിലൊക്കെ നമുക്ക് നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. ഇതിൽ ഏറ്റവും നല്ലൊരു ബുള്ളിഷ് അസറ്റ് പെർഫോം ആയിരിക്കുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കേസിലാണ്. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ 103 രൂപ 50 പൈസയുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിരിക്കാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം നിഫ്റ്റി ബാങ്കിന്റെയും PSU ബാങ്ക് ഇൻഡെക്സിനെ അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്മോൾ PSU ബാങ്ക്സ് ഉണ്ട്. അതിൽ എടുത്തു പറയാനുള്ളത് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, സെൻട്രൽ ബാങ്ക്, IOB, യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. ഈ 5 സ്റ്റോക്സിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ പോലും I can see a lot of a build-up. പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് ഈ 5 സ്റ്റോക്സിലും കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ആസ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഈ 5 സ്റ്റോക്സും നമ്മൾ പഠിച്ചു തുടങ്ങണം. നമ്മൾ ഇന്നലെ പല ലൈഫ് ഇൻഷുറൻസ് ഓഹരികളാക്കി പറ്റിയൊരു ഡിസ്കഷൻ നടത്തിയിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ. നമുക്ക് ഇന്നിപ്പോഴൊരു സ്റ്റോക്ക് അതിൽ നിന്ന് എടുത്തു ചോദിക്കാനുള്ളത് LIC പറ്റിയാണ്. നിലവിലൊരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലാണ് ഒരു ട്രേഡിംഗ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ട് കാണാൻ സാധിക്കുന്നത്. 871 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സ്റ്റോക്കിനെ പറ്റി പറയാനുള്ളത് LIC ഇപ്പോൾ ഒരു Q4 അനൗൺസ് ചെയ്തപ്പോൾ 38% ഒരു വാർഷിക വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. LICയിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, എന്റെ അഭിപ്രായത്തിൽ LICയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഹസ് ബീൻ എക്സലന്റ്. സോ LIC എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, എനിക്ക് പേഴ്സണലി ഒരു സ്റ്റേക്ക് ഉള്ള ഒരു കമ്പനിയാണ് LIC. ആൻഡ് LICയുടെ കേസ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ജൂലൈ മാസം സ്റ്റാർട്ട് ചെയ്ത കറക്ഷൻ ഇപ്പോഴും കഴിഞ്ഞ ഒരു 5-8 മാസങ്ങൾ നീണ്ടു നിന്നിരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു മാസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് വീണ്ടും LICയിലെ ഗ്രാജുവൽ ആയിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. LIC വളരെ ഒരു ഇമ്പോർട്ടന്റ് ഒരു ഫേസിലോട്ടാണ് നീങ്ങിയിരിക്കുന്നത്. LICയുടെ മേജർ റെസിസ്റ്റൻസ് എനിക്ക് കാണാൻ സാധിക്കുന്നത് 875. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 900 രൂപ, അതിനുശേഷം 925, 950. സാർ, ഇനി നമുക്ക് ഒരു ചോദിക്കാനുള്ള ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ബാങ്കിങ് സെക്ടറിൽ നിന്നുള്ള IDFC ഫസ്റ്റ് ബാങ്ക് ആണ്. ഇന്നലെ 2% ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 68 എന്നൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്നൊരു 40% ഒരു കറക്ഷൻ ഓൾറെഡി സ്റ്റോക്ക് രേഖപ്പെടുത്തി കഴിഞ്ഞിരുന്നു. മാത്രമല്ല നമുക്ക് ഒരു വീക്കിലി അല്ലെങ്കിൽ ഒരു മന്ത്ലി ട്രേഡിംഗ് ഒരു അടുത്ത കുറച്ച് മന്ത് അല്ലെങ്കിൽ വീക്കൊക്കെ നോക്കുമ്പോൾ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവ് സ്റ്റോക്ക് കാണിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. IDFC ഫസ്റ്റ് ബാങ്കിൽ താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? IDFC ഫസ്റ്റ് ബാങ്കിലെ ഡിസ്ക്ലോഷർ എനിക്ക് പേഴ്സണലി ഒരു പൊസിഷൻ ഉള്ള ഒരു സ്റ്റോക്ക് IDFC ഫസ്റ്റ് ബാങ്ക്. ആൻഡ് IDFC ഫസ്റ്റ് ബാങ്കിന്റെ ഫൈനാൻഷ്യൽസ് കഴിഞ്ഞ 3-4 ക്വാർട്ടേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച ഒരു പെർഫോമൻസ് അല്ലായിരുന്നു. ബട്ട് എങ്കിലും കഴിഞ്ഞ ഒരു മാസത്തെ ട്രേഡിംഗ് പാറ്റേണിൽ നമുക്ക് വീണ്ടും ഈ ഒരു സ്റ്റോക്കിലും ഒത്തിരി പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് 69 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി 71 രൂപയിൽ വേറൊരു റെസിസ്റ്റൻസും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു കുതിപ്പ് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. ഇനി അദാനി ടോട്ടൽ ഗ്യാസിനെ പറ്റിയാണ് അറിയേണ്ടത്. നമുക്ക് സ്റ്റോക്ക് നോക്കുമ്പോൾ ഇന്നലെ ഒരു 0.5% മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തി 674 എന്നൊരു നിലയിലാണ് ഒരു ക്ലോസിംഗ് എടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് നോക്കുമ്പോൾ ഒരു കഴിഞ്ഞ 2 മാസമൊക്കെ ഒരു നേരിയൊരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു നേരിയൊരു നേട്ടം മാത്രം രേഖപ്പെടുത്തിയുള്ള ഒരു ക്ലോസിംഗ് ആണ് എടുത്തിരിക്കുന്നത്. ഈ മാസം നമുക്ക് സ്റ്റോക്ക് നോക്കുമ്പോൾ ഒരു 12% ഒരു നേട്ടം രേഖപ്പെടുത്തിയായിട്ട് കാണുന്നുമുണ്ട്. അദാനി ടോട്ടൽ ഗ്യാസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? Adani Total Gas in the case, I am quite comfortable with the financials. So even though ഈ ഒരു കമ്പനിക്ക് ഒത്തിരി കടബാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും ആൻഡ് ഇതൊരു നല്ലൊരു മൊമെന്റം ട്രേഡിംഗ് സ്റ്റോക്ക് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. സോ ഒത്തിരി മാസങ്ങൾക്ക് ശേഷം ഈ ഒരു സ്റ്റോക്കിൽ നല്ലൊരു ബുള്ളിഷ് അസറ്റ് പെർഫോം ആയിട്ടുണ്ട്. അടുത്ത 2 സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 682 രൂപയായിരിക്കണം. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 700, 715, 725, 750.
സർ ഇനി മൊബിക്വിക്കിനെ പറ്റിയാണ് അറിയേണ്ടത്. നമ്മൾ ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ ഡിസംബർ 2024 ഒരു ലിസ്റ്റിംഗ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് സ്റ്റോക്ക് ഒരു ഓൾ ടൈം ഹൈ ആ ഒരു മാസം തന്നെ രേഖപ്പെടുത്തിയതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഏകദേശം ഒരു 60% ഒരു ഇടിവ് രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ എനിക്ക് അറിയേണ്ടത് ഈ ഒരു സ്റ്റോക്കിൽ ഒരു ബോട്ടം കണ്ടോ? താങ്കളുടെ ഒരു പ്രതീക്ഷ എന്താണ് ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു ഭാവിയെ പറ്റി? മോബിക്വിക്കിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് IPO വരുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് ഈ സ്റ്റോക്കിനെ കണ്ടവാൻ ഓവർ വാല്യൂ ചെയ്ത് ആസ് യൂഷ്വൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ ഒത്തിരി നിരാശപ്പെടുത്തിയ ഒരു സ്റ്റോക്ക് ആയിരുന്നു. സോ കഴിഞ്ഞ ഡിസംബർ മാസത്തിലെ ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഓൾ ടൈം ഹൈ 700 രൂപയായിരുന്നു. അവിടെ നിന്നും ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ട് കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് ഈ സ്റ്റോക്ക് ഏകദേശം ഒരു 220-240 രൂപയ്ക്ക് അടുത്ത് കൺസോൾട്ടേഷൻ നടത്തിയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ സ്റ്റോക്കിന്റെ ബോട്ടം നമ്മൾ കണ്ടു കഴിഞ്ഞു. ബട്ട് നമുക്ക് ഇതിന്റെ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടന്നു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. സോ അടുത്ത 2-3 സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 290 രൂപ. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ തീർച്ചയായിട്ടും ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കും. ബട്ട് റിമെമ്പർ, ഇതൊരു കോൺട്രേറിയൻ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. ഒത്തിരി റിസ്ക് എടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാനായിട്ട്. ഡിസ്ക്ലോഷർ, എനിക്ക് പേഴ്സണലി ഒരു പൊസിഷൻ ഓൾറെഡി സ്റ്റോക്കിലുണ്ട്. ഓല ഇലക്ട്രിക്കിനെ പറ്റിയാണ് ഇനി അറിയേണ്ടത്. ഓല ഇലക്ട്രിക് നമ്മൾ നോക്കുമ്പോൾ ഓഗസ്റ്റ് 2024 ഒരു IPOയുമായി ഈ ഒരു സ്റ്റോക്ക് എത്തിയത്. ഇന്നലെ നോക്കുമ്പോൾ 0.04% നേരിയൊരു ഇടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 4 മാസങ്ങളിലായി ഇടിവ് രേഖപ്പെടുത്തി വന്ന സ്റ്റോക്ക് ഈ ഒരു മാസം ഇപ്പോൾ ഒരു 7% നേട്ടം രേഖപ്പെടുത്തി ഉള്ള ഒരു നിലയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓലയിൽ താങ്കളുടെ ഒരു റിവ്യൂ എന്താണ്? സോ ഓലയുടെ കേസിലും ഒരു ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. പേഴ്സണലി എനിക്ക് ലോങ് പൊസിഷൻ ഉള്ള ഒരു സ്റ്റോക്ക് ഓല. ആൻഡ് ഞാൻ നേരത്തെ മോബിക്വിക്കിനെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കും IPOയ്ക്ക് ശേഷം നമ്മളെയൊക്കെ ഒത്തിരി നിരാശപ്പെടുത്തിയ ഒരു സ്റ്റോക്ക് ഓല ഇലക്ട്രിക്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസും ഒട്ടും മികച്ചതല്ല. ആൻഡ് കമ്പനി ഒത്തിരി പ്രോബ്ലംസ് ബോത്ത് ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആൻഡ് ഓപ്പറേഷണൽ റിലേറ്റഡ് ഫേസ് ചെയ്യുന്നുണ്ട്. എങ്കിലും ഏപ്രിൽ മാസത്തിന് ശേഷം 45 രൂപയ്ക്ക് അടുത്ത് ഈ സ്റ്റോക്കിൽ നല്ലൊരു ലോങ് പൊസിഷൻ ബിൽഡപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അതിനെ തുടർന്ന് ഷോർട്ട് ടേമിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആയിട്ടുമുണ്ട്. അടുത്ത 2-3 സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് 56 രൂപയായിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ബട്ട് ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 70 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നത് എളുപ്പമായിരിക്കത്തില്ല. ജിയോ ഫൈനാൻസിനെ പറ്റിയാണ് ഇനി അറിയേണ്ടത്. നമുക്ക് ഇന്നലെ നോക്കുമ്പോൾ തന്നെ ഒരു 3.4% നേട്ടം സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. സ്റ്റോക്ക് 291 എന്നുള്ള ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസിലാണ് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ ലാസ്റ്റ് 3 മാസങ്ങളിലായി ഇപ്പോൾ ഓൾറെഡി ഒരു 30% മുകളിലേക്കൊരു നേട്ടം ഓൾറെഡി സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. മാത്രമല്ല ഇപ്പോൾ ഒരു വീക്ക്ലി ട്രേഡിംഗ് നോക്കുമ്പോഴും മുകളിലോട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് പോലെ ഈ ഒരു സ്റ്റോക്കിന്റെ ചാർട്ട് നോക്കുമ്പോൾ തോന്നുന്നുമുണ്ട്. ജിയോ ഫൈനാൻസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, വീണ്ടും ഒരു ഡിസ്ക്ലോഷർ. പേഴ്സണലി എനിക്ക് ലോങ് പൊസിഷൻ ഉള്ള ഒരു സ്റ്റോക്ക് ജിയോഫിൻ. ആൻഡ് അഗെയിൻ ഐ ലൈക്ക് ദിസ് സ്റ്റോക്ക് വെരി മച്ച് ബിക്കോസ് നമ്മൾ NBFC നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ സ്പേസ് നോക്കുമ്പോഴേക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്ന് ജിയോ ഫിനാൻഷ്യൽ. ആൻഡ് ജിയോ ഫിനാൻസിന്റെ കേസിൽ നമുക്ക് മാർച്ച് ഏപ്രിൽ മാസത്തിന് ശേഷം വീണ്ടും ഒരു നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ ഈ സ്റ്റോക്കിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസിന് മുകളിലായിരുന്നു ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. അത് 290 രൂപയായിരുന്നു. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കും. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത 3 മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 295, 305, 317. സർ ഇനി അറിയേണ്ടത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനെ പറ്റിയാണ്. നിലവിൽ നമ്മൾ ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലായിരുന്നു ഇന്നലത്തെ ഒരു ട്രേഡിംഗ് കാണാൻ സാധിച്ചത്. 143 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണുന്നത്. നമുക്ക് സ്റ്റോക്കിന്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗിൽ മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു ഒക്ടോബറിന് ശേഷം തുടർച്ചയായി പല മാസങ്ങളിലും ഇടിവ് രേഖപ്പെടുത്തിയായിരുന്നു സ്റ്റോക്ക് ഒരു ക്ലോസിംഗ് എടുത്തത്. എന്നാൽ നമുക്ക് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നോക്കുമ്പോൾ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു മാസം നോക്കുമ്പോൾ ഒരു 4% ഒരു നേട്ടത്തിലാണ് നിലവിൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. IOCയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? IOCയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണണമെങ്കിൽ 151 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 135 ആയിരിക്കും.
ഇനി നമുക്ക് അറിയേണ്ടത് ഫോഴ്സ് മോട്ടോഴ്സിനെ പറ്റിയാണ്. ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഇന്നലെ തന്നെ 4% ഒരു നേട്ടം സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. നിലവിൽ 11,000 എന്നൊരു ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ഒരു മാസം തന്നെ ഇപ്പോൾ നോക്കുമ്പോൾ ഒരു 23% നേട്ടവും കൂടാതെ പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രേഡിംഗുമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോഴ്സിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോക്കാണ് ഫോഴ്സ് മോട്ടോഴ്സ്. ആൻഡ് എൻ്റെ ഒരു റിഗ്രറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിലുള്ള അപ്വേർഡ് മൂവ്മെന്റ് ഞാൻ ടോട്ടലി മിസ്സായി പോയി. ബട്ട് എങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സ്റ്റോക്കിൽ ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പൊസിഷൻ നിലനിർത്താം. ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് ഒരു വീക്ക്നെസ്സും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. സോ എൻ്റെ ഇടയ്ക്ക് ഫോഴ്സ് മോട്ടോഴ്സിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് എൻ്റെ ഒരു ശ്രദ്ധ മറ്റൊരു ഓട്ടോ സെഗ്മെന്റിലോട്ട് വന്നിരിക്കുന്നത് ഇസ് ഇൻ ദ കേസ് ഓഫ് എസ്കോട്ട്സ്. എസ്കോട്ട്സിന്റെ കേസ് നോക്കുമ്പോഴേക്കും മാർച്ച് മാസത്തിന് ശേഷം ഗ്രാജുവൽ ബൈയിങ് ഇൻട്രസ്റ്റ് ഇതിൽ ബിൽഡപ്പ് ആയിരിക്കുന്നത്. കഴിഞ്ഞ 3-4 ദിവസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 3,570 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണുന്ന മേജർ റെസിസ്റ്റൻസ് 3,700, 3,750, 3,800, 3,950. ഗോദ്രേജ് പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് ഇനി അറിയേണ്ടത്. ഇന്നലെ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു സ്റ്റോക്ക് കാഴ്ചവെച്ചത്. 2,245 ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിന്റെ നിലവിലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞൊരു 2 മാസം നേരിയ ഒരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു ക്ലോസിംഗ് ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സ്റ്റോക്കിൽ ഒരു അപ്വേർഡ് മൂവ്മെന്റ് ഇനി പ്രതീക്ഷിക്കാമോ? ഗോദ്രേജ് പ്രോപ്പർട്ടിയിലും ഡിസ്ക്ലോഷർ എനിക്ക് പേഴ്സണലി ഒരു ലോങ് പൊസിഷൻ ഈ സ്റ്റോക്കിലുണ്ട്. ആൻഡ് ഗോദ്രേജ് പ്രോപ്പർട്ടി നമ്മൾ ബ്രോഡ് നിഫ്റ്റി 50 നോക്കി കമ്പയർ ചെയ്യുമ്പോഴേക്കും നമുക്ക് അണ്ടർ പെർഫോമൻസ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. എങ്കിലും ഫെബ്രുവരി മാസത്തിന് ശേഷം ഈ സ്റ്റോക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ബേസ് 1,880, 1,980 ഈ റേഞ്ചിൽ ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നില്ല ഷോർട്ട് ടേമിൽ ആ ഒരു സപ്പോർട്ട് ബേസ് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ്, ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് ബുള്ളിഷ് ട്രിഗർ കാണുന്നത് 2,285 രൂപയില. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നെ കാണുന്ന മേജർ റെസിസ്റ്റൻസ് 2,500. 2,500 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി മാറും. സർ, നമുക്ക് അടുത്തൊരു സ്റ്റോക്ക് ഇനി നമ്മുടെ ഫോക്കസിലുള്ളത് ഗെയിലിനെ പറ്റിയാണ് നിലവിൽ അറിയേണ്ടത്. ഗെയിൽ നോക്കുമ്പോൾ നമുക്ക് ഇന്നലത്തെ ഒരു ട്രേഡിംഗിൽ കാണാൻ സാധിക്കുന്നത് 0.5% അടുത്ത ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു ട്രേഡിംഗ് ആയിരുന്നു കാഴ്ചവെച്ചത്. 193 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഗെയിലിനെ സംബന്ധിച്ച് ആ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് അങ്ങോട്ടൊരു ഇടിവ് രേഖപ്പെടുത്തി വന്ന സ്റ്റോക്ക് ഈ ഒരു കഴിഞ്ഞ ഇപ്പോഴൊരു 3 മാസങ്ങളിലായിട്ടൊരു നേട്ടം രേഖപ്പെടുത്തുന്ന നിലയിലാണ് ഒരു മന്ത്ലി ട്രേഡിംഗിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗെയിലിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഗെയിലിന്റെ കേസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആയിരിക്കുന്നത്. ഗെയിലിന്റെ കേസിൽ കഴിഞ്ഞ ആഴ്ച ഇതിന്റെ ഫൈനാൻഷ്യൽ റിസൾട്ട്സ് വെളിപ്പെടുത്തിയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ വെരി ഗുഡ് ഫൈനാൻഷ്യൽ റിസൾട്ട്. ആൻഡ് അതിനെ തുടർന്ന് ഈ സ്റ്റോക്കിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആയിരിക്കുന്ന ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ഒരേ സമയത്ത് ബുള്ളിഷ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കാണാൻ സാധിക്കുന്നു. ഈ സ്റ്റോക്കിൽ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസിൽ 195 മുതൽ 197 രൂപ വരെ. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നെ കാണുന്ന മേജർ റെസിസ്റ്റൻസ് 205, 215, 225, 235. ഇനി അറിയേണ്ടത് ആർക്കഡെ ഡെവലപ്പേഴ്സിനെ പറ്റിയാണ്. 1.94% ഒരു നേട്ടമായിരുന്നു ഇന്നലത്തെ ട്രേഡിംഗിൽ കാഴ്ചവെച്ചത്. 177 സ്റ്റോക്കിന്റെ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിന്റെ ഒരു വീക്കിലി പെർഫോമൻസ് നോക്കുമ്പോൾ ഈ ഒരു കഴിഞ്ഞ 3 വീക്കുകളിലായി ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഈ സ്റ്റോക്കിൽ കാര്യമായിട്ടൊരു ട്രേഡിംഗ് ഹിസ്റ്ററി കാണുന്നില്ല. കാര്യം കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഇത് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. എങ്കിലും കഴിഞ്ഞ 2-3 മാസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഈ സ്റ്റോക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഷോർട്ട് ടേം ട്രെൻഡ് തീർച്ചയായിട്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. ഈ സ്റ്റോക്കിന് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 190 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് തോന്നി. ഇനി അറിയേണ്ടത് KC ഇന്റർനാഷണൽ പറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ ഒരു സമയങ്ങളിൽ തന്നെ മാർക്കറ്റ് പ്ലേസിൽ ഈ ഒരു സ്റ്റോക്ക് ഡിസ്കഷനായിട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും നമുക്ക് ഈ ഒരു മാസം ഈ ഒരു സ്റ്റോക്ക് നമുക്ക് നോക്കുമ്പോൾ 23% ഒരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു നിലയിലാണ് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 861 ലാസ്റ്റ് ട്രേഡർ പ്രൈസുമായിട്ടും കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ ഇനി ഒരു മുന്നോട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഉണ്ടോ? സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? KC ഇന്റർനാഷണലിന്റെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ നവംബർ മാസത്തിന് ശേഷം വലിയൊരു സെല്ലിംഗ് പ്രഷർ ആയിരുന്നു.
ആൻഡ് അതിനെ തുടർന്ന് ഈ സ്റ്റോക്കിലെ വലിയൊരു ഇടിവ് ഓൾമോസ്റ്റ് 50% ലോസ് ആയിരുന്നു ഇതിന്റെ പീക്ക് ലെവലിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്കിലും മെയ് മാസത്തിൽ ഈ സ്റ്റോക്കിലെ ബൈയിങ് ഇൻട്രസ്റ്റ് വീണ്ടും വന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബുള്ളിഷായി മാറിയിട്ടുണ്ട്. എന്ന് പറയുന്നത് ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസ് ആണ്. ഇന്നലെ ഒരു പാദഫലം വന്നപ്പോൾ ഏകദേശം 80% മുകളിലേക്കൊരു നേട്ടമാണ് നമുക്കൊരു നെറ്റ് പ്രോഫിറ്റിലൊക്കെ സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 0.63% ഒരു ഇടിവിലായിരുന്നെങ്കിൽ സ്റ്റോക്ക് ഇന്നലെ ഒരു ട്രേഡിംഗ് എടുത്തത് 3988 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണുന്നത്. ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസിൽ ആദ്യം തന്നെ കാണാൻ സാധിക്കുന്ന ഒരു പ്രോബ്ലം ഇതിൽ കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് വളരെ നാരോ ഒരു റേഞ്ച് 3700 മുതൽ 4100 ഈ ഒരു റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. ആൻഡ് ഈ വോളിയം കാര്യമായിട്ട് ഇല്ലാത്തതുകൊണ്ട് ഈ സ്റ്റോക്കിൽ ഒത്തിരി വോളറ്റിലിറ്റിയും കാണുന്നുണ്ട്. ഇത്തരം സ്റ്റോക്സിൽ നമ്മൾ ഇതിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഒരു പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാവൂ. ഇതിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 4100 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സാറിന് നമുക്ക് അവസാനമായൊരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളത് ഭാരത് ഡൈനാമിക്സ് ആണ്. ഏതായാലും ഇന്നലെ ഒരു Q4 കമ്പനിയുടേതായിട്ട് പുറത്തു വന്നിരുന്നു. ഏതായാലും Q4ൽ നോക്കുമ്പോൾ കമ്പനി ഏകദേശം 273 കോടി രൂപയുടെ ഒരു നെറ്റ് പ്രോഫിറ്റ് ആണ് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല സ്റ്റോക്കിന്റെ ഒരു ട്രേഡിംഗ് നമുക്ക് നോക്കുമ്പോൾ വലിയ രീതിയിൽ ഒരു മുന്നേറ്റം കഴിഞ്ഞൊരു 3 മാസങ്ങളിലായി ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല പുതിയൊരു ഓൾ ടൈം ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രേഡിംഗുമാണ് ഈ ഒരു മാസം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓൾറെഡി 28% നേട്ടം ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ നൽകി കഴിഞ്ഞു. ഈ ഒരു മാസം ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാമോ അതോ മുന്നോട്ട് സ്റ്റോക്ക് കുതിക്കുമോ? സാറുമായിട്ടുള്ള ഈ ഒരു കോളിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു സാറിൻ്റെ ഒരു അഭിപ്രായം നമുക്ക് നാളത്തെ എപ്പിസോഡിൽ നമ്മൾ ചോദിക്കുന്നതായിരിക്കും. ഏതായാലും ഇന്നത്തെ ഒരു മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. ആ ഒരു ഷോയുമായി ഇപ്പോൾ നിഖിൽ ജോയിൻ ചെയ്യുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്.